വാട്സപ്പ് നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ, നല്ല ഫീച്ചറുകൾ ഇഷ്ടം പോലെ തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റിൽ ഒരുപാട് ഫീച്ചറുകൾ പുതിയ ഇങ്ങനെ തരുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് വാട്സപ്പിൽ വന്ന ഏറ്റവും ഉപകാരമുള്ളൊരു ഫീച്ചർ എന്താണെന്നല്ലേ? ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോ. അതിന് ശേഷം വാട്സപ്പ് തുറക്കുക. ആദ്യം ഫീച്ചർ എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങളെ മൊബൈൽ നെറ്റ് തീർന്നുപോയി, റീചാർജ് ചെയ്യണം. നിങ്ങളെ നമ്പർ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്പർ, നമുക്ക് മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യണം. വാട്സപ്പിൽ നിന്ന് ചെയ്യുക, അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ചെയ്യുക. ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും ഏത് പ്ലാനിൽ നിന്ന് സെലക്ട് ചെയ്ത് റീചാർജ് ചെയ്യുക. അതെങ്ങനെയെന്നല്ലേ ഒന്ന് കാണിച്ചു തരാം. വാട്സപ്പ് തുറന്നാൽ മേലെ ഒരു പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ആ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതാ ഒരു മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ വന്ന് കാണാം. അപ്ഡേറ്റ് ചെയ്താലാട്ടോ കിട്ടും. പുതിയ ഫീച്ചറാണ്, അപ്ഡേറ്റ് ചെയ്തോ. ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമ്മളെ ഫോണിലെ നമ്പറൊക്കെ കാണിക്കുക. ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് എടുത്ത് റീചാർജ് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുക നേരെ ഇല്ലെങ്കിൽ ഇതാ ഇവിടെ സെർച്ച് ചെയ്യുക, നമ്പർ സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരു നമ്പർ എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനുസരിച്ചുള്ള പ്ലാനുകൾ ഇവിടെ കാണിക്കും. ഏത് കാറ്റഗറിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റ പ്ലാൻ മതിയാക്കി അങ്ങനെ, അൺലിമിറ്റഡ് പാക്ക് വേണമെങ്കിൽ അങ്ങനെ, ഇൻ്റർനാഷണൽ പാക്ക് വേണമെങ്കിൽ അങ്ങനെ, ടോപ്പ് പ്ലാൻ മാത്രം മതിയെങ്കിൽ അങ്ങനെ, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് ഞാൻ സെലക്ട് ചെയ്ത ആ പ്ലാനിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പച്ച എഴുത്തുണ്ടാവും, ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ പ്ലാനിനെ പറ്റിയുള്ളതൊക്കെ നമുക്ക് അതിലെന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് എത്ര ദിവസം വാലിഡിറ്റി ആണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് സെലക്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് താഴെ സെലക്ട് ദിസ് പ്ലാൻ എന്നുള്ള ഒരു പച്ച ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. ശരിയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് UPI പ്ലാനാണോ അല്ലെങ്കിൽ ബാങ്കാണോ അത് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുക. ഇപ്പം മേലെ തന്നെ പേ ഓൺ വാട്സപ്പ് എന്നുണ്ടാവും. നിങ്ങൾ വാട്സപ്പ് കൂടെ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ അങ്ങോട്ട് ഞങ്ങൾക്ക് പോകുന്നില്ല. അത് പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് എല്ലാവർക്കും അറിയുന്നല്ലേ, അതുപോലെ ചെയ്താൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപകാരമുള്ള ഒരു ഫീച്ചറാണ്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പിയോ. താങ്ക് യു സോ മച്ച്.